ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റിയാസ് സലീം ഇട്ട ഒരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ള കാര്യം, എന്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്, എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം, റിയാസ് സലീം എന്താണ് പോസ്റ്റ് ഇട്ടത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിന്ധു എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ പ്രകാരം നമ്മുടെ ഇന്ത്യ ഉണ്ടെങ്കിൽ പാകിസ്ഥാനെയൊക്കെ ഒരു അറ്റാക്ക് നടത്തിയിരുന്നു. അത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു അറ്റാക്കായിരുന്നു. അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തുണ്ടെങ്കിൽ ഒരൊറ്റ സിവിലിയൻസ്, പാകിസ്ഥാനിലുള്ള ഒരൊറ്റ നിരപരാധികൾ പോലും അതിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനത്തുള്ള കാര്യങ്ങൾ ഇന്ത്യ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ആ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള നമ്മളെല്ലാവരും അത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്തു. കറക്റ്റായിട്ടുള്ള ആ ഒരു നിരപരാധികൾക്കൊന്നും പറ്റാതെ കറക്റ്റായിട്ടുള്ള ആർക്കാണോ അറ്റാക്ക് ചെയ്യേണ്ടത് അവരെയാണ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്തുണ്ടെങ്കിൽ കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും പാകിസ്ഥാൻ പുറത്തു വിടുന്നുണ്ടായിരുന്നു. അവിടുത്തുണ്ടായിരുന്ന കുട്ടികളടക്കം കുറേ പേര് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറേയധികം പേര് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ റിയാസ് സലീം എന്ത് ചെയ്യുന്നത്, അതേ കണക്കൊരു പോസ്റ്റ് 2-3 അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോറി ആയിട്ട് ഇടുന്നത്. ആ ഒരു സ്റ്റോറിയിൽ ഇതേ കണക്ക് കുട്ടികളൊക്കെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറി ഇട്ടതിന് ശേഷം ഷെയിം ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള യുദ്ധങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, ഇതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇട്ട പോസ്റ്റുകളാണ് ഇപ്പം മെയിനായിട്ടുള്ള ചർച്ചാ വിഷയമായിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ പല തെറ്റായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും വരും. അത് തിരക്കിയിട്ട് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ എന്തും ചെയ്യാൻ നിൽക്കാവൂ. ഇന്ത്യ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം, അത് അറ്റാക്കിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോറിൻ മീഡിയസും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ചെക്ക് ചെയ്യാതെ ജസ്റ്റ് എവിടെയോ കണ്ട കുറേ ന്യൂസ് എടുത്തുകൊണ്ട് ഒന്ന് സ്റ്റോറി ഇട്ടിട്ട് തനിക്ക് പറയാനുള്ള രീതിയിൽ ഇന്ത്യയെ ഭയങ്കരമായിട്ട് ഷെയിം എന്നൊക്കെ പറഞ്ഞങ്ങ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഷെയിം ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചോദിക്കാനുള്ള കാര്യം, നിനക്ക് സെൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിച്ച് ഉടനെ അത് എടുത്തുകൊണ്ട് വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിനെ കുറ്റം പറയുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യമേ അതിനെപ്പറ്റി തിരക്കണം. ഇത് അവസാനം ഇതിനെപ്പറ്റി അറിഞ്ഞു കളഞ്ഞപ്പോഴത്തേന് ആ ഒരു പോസ്റ്റ് അങ്ങ് മുക്കി. പക്ഷെ സോറി ഒന്നുമില്ല. തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സോറി പറയുന്നതൊന്നും റിയാസ് സലീമിനെ കൊണ്ട് പറ്റത്തില്ല. അത് പോസ്റ്റ് അങ്ങ് മുക്കിയതുള്ളൂ, സോറിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു പോസ്റ്റോ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ ഒരു വാറ് നല്ലതിനല്ല എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് ഇട്ടത് ഇതിനെക്കുറിച്ച് ഫേക്കായിട്ടുള്ള കുറേയധികം ഇൻഫർമേഷനെക്കുറിച്ച് പുള്ളിക്കാരൻ സംസാരിച്ചേക്ക് അങ്ങനെ തന്നെ മുക്കി. എന്നാൽ ഇത് കണക്ക് ഞാനിട്ട തെറ്റാണ്. ആ ഒരു തെറ്റിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു സോറി എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇടുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റോറി ഇട്ടതിൻ്റെ ഇതിൽ റിയാസ് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവന് വിവരമുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, ചിന്തിച്ചിട്ടൊക്കെ സംസാരിക്കും. ഫേക്ക് ന്യൂസുകൾ കണ്ട ഉടനെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് എന്തേലും പറയുകയല്ലേ. ഇതിനൊക്കെ കുറേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇതൊന്നും ചിന്തിക്കാതാണോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അഥവാ ചെയ്ത് തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മാപ്പ് പോലും പറയാൻ റെഡിയല്ലാത്ത എന്നൊക്കെ പറഞ്ഞ് റിയാസ് സലീമിനെതിരെ അത്രമാത്രം സൈബർ ബുള്ളിങ് വരുന്നുണ്ട്. അത് അർഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെ. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയും കണ്ട് ചെയ്യണം. അത് ചെയ്യാതെ ഇഷ്ടമുള്ള കണക്ക് ചെയ്തിട്ട് അവസാനം തെറ്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് മുക്കിയതേ ഉള്ളൂ, മാപ്പൊന്നും പറച്ചിലില്ല. അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു രാജ്യത്തിനെ പറ്റിയാണ് അവൻ പറഞ്ഞത്. അത് നമ്മുടെ അത്രമാത്രം ഒരു ടഫായിട്ടുള്ള ടൈമിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അതിനുള്ള അറ്റാക്കാണ് നമ്മൾ തിരിച്ച് നടത്തിയിട്ടുള്ളത്. ഒരു സിവിലിയൻസിന് പോലും പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല പാകിസ്ഥാനിൽ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തുള്ള കാര്യങ്ങളുമായിട്ട് ഇവൻ വന്നിട്ട് ഇത് കണക്ക് പോസ്റ്റ് ഇട്ടിട്ട് കള്ള പോസ്റ്റ് ഇട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് ദേഷ്യം വരും. ഒന്ന് ഫാക്ട് ചെക്ക് പോലും നടത്താനാണ് ഇവത് കണക്കുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടത്. അതിന് സോറി പറയാനുള്ള മനസ്സ് പോലും ഇല്ലെങ്കിൽ ഇവനൊക്കെ എന്താണെന്നുള്ള കാര്യമാണ് ആൾക്കാർ ചിന്തിക്കുന്നത്, അതിനെതിരെ പ്രതികരിക്കുന്നത്. ഇവന് എതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവന് മാപ്പ് പറയണമെന്നുള്ള ഒരു തോന്നൽ പോലും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇവനൊക്കെ ചുമ്മാ മേക്കപ്പ് ഇടുന്ന രീതിയിൽ വീഡിയോസും എടുത്ത് വെച്ച് അങ്ങ് ഇടുന്നതല്ല. പത്രം വായിക്കുകയോ അല്ലാതെ ന്യൂസ് ചാനൽ വായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. റീലോ എന്തെങ്കിലും വരുമ്പോൾ അതിൽ വരുന്ന ഫേക്കായിട്ടുള്ള ന്യൂസ് കണ്ടിട്ട് അത് വിശ്വസിച്ചെടുത്ത് സ്റ്റോറി ഇട്ട് അതിന് അവൻ്റെ കാര്യങ്ങൾ പറയാനുള്ള പറയാം. അല്ല ന്യൂസ് കാണല്ലോ ഒന്നും അവൻ്റെ പരിപാടിയില്ല. അവൻ ജസ്റ്റ് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് വീഡിയോസും ഇട്ട് അങ്ങനെ നടക്കും. അതാണ് ലോകത്തെ അറിയുന്ന ലോക വിവരം ഇല്ലെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള കാര്യം. ആദ്യമേ തെറ്റ് പറ്റുന്ന മനുഷ്യ സഹജം, പക്ഷേ തെറ്റ് പറ്റിയ മാപ്പ് പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. അതുപോലും ഇല്ലെങ്കിൽ ഇവനൊക്കെ ഇങ്ങനത്തുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും ഇവനെതിരെ വരുന്നതിന് ഒരു തെറ്റും പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവർ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇവനൊക്കെ അത് അർഹിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്.
ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാം. നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ മറക്കാതെ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ അടുത്ത ഇതുപോലത്തുള്ള വീഡിയോസും കാര്യങ്ങളും വന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.